നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവായി നിൽക്കുന്ന നിങ്ങൾക്ക് പൊട്ട സമയം വന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും അത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇവിടെ തൊടുകുറിയിലൂടെ എന്ത് സന്ദേശമാണ് എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ ശക്തി കാണുന്നത് നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള വ്യക്തിയായാണ്. അതായത് സ്വന്തം വഴി തിരഞ്ഞെടുക്കാനും അതിലൂടെ ധൈര്യത്തോടെ മുന്നോട്ടു പോകാനും ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുപോലെ ഉറച്ച മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. ഉത്തരവാദിത്വം ഉള്ളവരാണ് നിങ്ങൾ. ഏത് കാര്യത്തിനും തീരുമാനമെടുത്താലും അവിടെ വികാരത്തെക്കാളും കൂടുതൽ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഗൗരവമുള്ള ആളാണെന്നും കടുപ്പമുള്ള ആളാണെന്നും തോന്നാം. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ഒക്കെയുള്ള ആളാണ്. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും അവരുടെ നല്ലതിനും വേണ്ടിയാണ് നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവർ അത് പലപ്പോഴും മനസ്സിലാക്കാത്തവരാണ്. പലപ്പോഴും വിമർശിക്കാനും കുറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ വളർച്ചയിലും വളരെയധികം ഇഷ്ടക്കേടുള്ള അല്ലെങ്കിൽ അതുമൂലം നിങ്ങളോട് ഒരു ശത്രുത മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളോട് വളരെയധികം ബന്ധം ഉള്ള ആളാവാം. ഇവിടെ അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യത്തെ ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. കാരണം അവർ നിങ്ങളെ വളരെയധികം പേടിക്കുന്നു. മറ്റുള്ളവരെ ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ ഇവിടെ ശത്രുക്കൾക്ക് ഒരിക്കലും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നതാണ്. ഒരുപക്ഷേ നിങ്ങൾ കാണാതെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും സ്നേഹത്തോടെയും നിങ്ങളെ പിന്തുണച്ചാണ് നിൽക്കാറുള്ളത്. കാരണം അവർ നിങ്ങളെ വളരെയധികം ഭയപ്പെടുന്നു. നിങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യം അവർക്കില്ല എന്നതാണ് സത്യം. ഈ തൊടുകുറിയിലൂടെ പറയുന്നത് നിങ്ങൾ ശക്തരായിട്ടുള്ള ആൾ ആണ്. നിങ്ങളുടെ ആ ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും വലിയ സംരക്ഷണവും. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് ഒരിക്കലും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നത്. ഇവിടെ നിങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ടു പോവുക. നിങ്ങൾ ശത്രുവായി നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതം മാറാതെ വരുമ്പോൾ അവർ സ്വയം ശത്രുത അവസാനിപ്പിച്ച് പോകുന്നതാണ്. ഇവിടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള തൊടുകുറിയാണിത്. ഇതിൽ നിന്നും നിങ്ങളുടെ സാഹചര്യമായി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതുമാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് തൊടുകുറിയിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു ശക്തിയായി കാണുന്നത് നിങ്ങളെ മനോബലം കുറിച്ചുള്ള വ്യക്തികളാണ്. നിങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ പോലും തളർത്തിക്കളയാറുണ്ട്. ചെറിയ ഒരു കാര്യങ്ങൾ താങ്ങാനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ടുള്ള ഒരു ലോകത്ത് ഒതുങ്ങി ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹവും കരുതലും നിങ്ങളിൽ വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ചില വേദനകളും നഷ്ടങ്ങളുമൊക്കെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. അതിനാൽ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് അവിടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെക്കുറിച്ചാണ്. കൂടാതെ മറ്റുള്ളവരോട് മനസ്സ് തുറക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചോദിക്കാനുമുള്ള ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പൊതുവെയുള്ളത്.
ഇവിടെ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളറിയാത്ത നിങ്ങളുടെ പിന്നിൽ ഉണ്ടായിരുന്നു ആളല്ല. കുറച്ച് നിങ്ങളുമായിട്ട് എന്തിനും ഏതിനും മത്സരിക്കുന്ന, നിങ്ങളുടെ നേർക്ക് നേർ നിന്ന് നിങ്ങളോട് മോശം രീതിയിൽ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാണ് കാണുന്നത്. ഈ വ്യക്തി മൂലം വളരെയധികം നിങ്ങൾ മാനസിക ബുദ്ധിമുട്ട് നേരിടേണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിക്ക് ചെറിയ കാര്യങ്ങളെ താങ്ങാനുള്ള, അല്ലെങ്കിൽ ഒരു മോശം നേട്ടം പോലും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു എന്ന കാര്യം അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല രീതിയിലും നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ആര് ചെയ്യുന്ന ദ്രോഹത്തിന് അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കാൻ ആയിട്ട് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ജീവിതത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അവർ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികൾക്ക് നിന്ന് അല്ലെങ്കിൽ നാളെ അതിന് തിരിച്ചടി നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ എനർജി നിങ്ങളെ വിട്ടു പോകുന്ന ഒരു സമയത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഈ രീതിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ മുന്നോട്ടുള്ള സമയങ്ങൾ കണ്ടറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ നിന്നുള്ള തിരിച്ചടിയിൽ നിന്ന് പലതും മനസ്സിലാക്കി മാറാനായി ശ്രമിക്കുന്നത് ആവാം. ഇവിടെ ആ വ്യക്തി മൂലം മാനസിക ബുദ്ധിമുട്ടുകൾ അധികകാലം നീണ്ടു നിൽക്കില്ല എന്നുള്ള ഒരു സന്ദേശമാണ് തൊടുകുറിയിലൂടെ നൽകുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതം മനസമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യമായി തോന്നുന്നത്. അത് പോസിറ്റീവായി എടുക്കുക, വേറെ കാര്യങ്ങൾ വിട്ടുകളയുക, എല്ലാം നല്ലതിനാണെന്ന് മാത്രം.